വീണ്ടും 5 വർഷം ഇനിയിരിക്കും. ഇവിടുത്തെ മന്ത്രിയായിട്ട് വരും, ഇടതുപക്ഷ അധികാരത്തിലും വരും. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ നടത്തിയ സ്ത്രീ അധിക്ഷേപത്തിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. കായംകുളത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇടതുപക്ഷത്തിന്റെ വനിതാ പ്രവർത്തകർ മുഴുവനായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. CS സുജാതയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. മുനിസിപ്പാലിറ്റിയുടെ മുന്നിലാണ്, നഗരസഭയുടെ മുന്നിലാണ് ഈ കാഴ്ച. പ്രകടനമായി മാർച്ചായി ഇവിടെ എത്തുകയാണ്. എങ്ങനെയാണിത് കാണുന്നത്? വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സഖാവ് യു പ്രതിഭ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സമർത്ഥയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അവർ ഈ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്ത ജനപ്രതിനിധിയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയുമാണ് എല്ലാവരും അവരോട് ഇടപെടുന്നത്. സമാനതകളില്ലാത്ത വികസനം നടത്തിയ സഖാവ് യു പ്രതിഭയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ UDFന്റെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ വളരെ മോശമായി അവരെ വ്യക്തിപരമായി കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കാൻ UDFന്റെ കൺവീനർ തന്നെ തയ്യാറായത്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ തള്ളുകയാണ്. ഈ മണ്ഡലത്തിലെ സഹോദരിമാർ ഇന്നലെയും ഇന്നുമായി പല രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇതിനകം തന്നെ സംഘടിപ്പിച്ചു. വലിയ പ്രതിഷേധമാണ്. ഇവിടുത്തെ സ്ത്രീകളെ നമുക്ക് കാണാം, പ്രവർത്തകർ. എങ്ങനെയാ നിങ്ങൾ ഇതിനെയൊക്കെ കാണുന്നത്? ബുദ്ധിമുട്ടിലാണോ? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിലാണോ? അതെ, ശക്തമായ പ്രതിഷേധമുണ്ട്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ കാണുന്നത്? സ്ത്രീകൾക്ക് നേരെ അപമാനിക്കുന്ന ഒരു രീതിയിലുള്ള പ്രസ്താവനയാണ് സ്ത്രീയോടുള്ള ഏറ്റവും വലിയ നേരിടും, ഞങ്ങൾ ശക്തമായി നേരിടും. എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാനുമുള്ള റൈറ്റ്സ് ഉള്ള ഈ ഒരു രാജ്യത്ത് വസ്ത്രത്തിന്റെയും അല്ലെങ്കിൽ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെ നടത്തിയ ഒരു സ്ഥാനാർത്ഥി അപമാനിക്കുന്ന സ്ത്രീ സമൂഹം അംഗീകരിക്കില്ല. ഈ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ നമ്മള് സമൂഹത്തിലുള്ള പ്രവർത്തകര്, രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും അവർക്കൊരു അംഗീകാരം കൊടുക്കും. എന്നാൽ ഈ കൺവെൻഷനിൽ ആ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് സ്ത്രീയുടെ ശരീരഭംഗിയെ വെറുപ്പാരി വിൽപ്പന ചരക്കാക്കി മാറ്റിക്കൊണ്ടുള്ള ആ പ്രഭാഷണം ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇനി മേലിൽ ഒരു സ്ത്രീയെയും ഇതുപോലെ ആക്ഷേപിക്കാൻ പാടില്ല. ഇതെല്ലാവർക്കും ഉള്ള ഒരു തുടക്കമാകട്ടെ. ഇനി മേലിൽ ഒരു പുരുഷന്മാരും ഒരു രാഷ്ട്രീയ നേതാക്കളും അവരെ അപമാനിക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു തുടർച്ചയായി. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? കേരളത്തിലെ സ്ത്രീകളെ, അതായത് അമ്മമാരെയും സഹോദരിമാരുടെയും ആ സ്ത്രീത്വത്തിനെയാണ് അവഹേളിച്ചിരിക്കുന്നത് UDF കൺവീനർ. ഇത് കേരളത്തിലെ കായംകുളത്തെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇതിന് പ്രതിഷേധിക്കുകയാണ്. ഇതിന് അവരവരുടെ വോട്ട് കൊണ്ട് പകരം ചോദിക്കുക എന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വക്താവായ എനിക്ക്. ഇവിടെയൊക്കെ ആളുകളുണ്ട്, പ്രവർത്തകരുണ്ട്. ഇത് അഡ്വക്കേറ്റ് യു പ്രതിഭ എന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിലെ, ഈ കേരളത്തിലെ, ഈ ലോകത്തിലെ തന്നെ മുഴുവൻ സ്ത്രീകളെയാണ് അപമാനിച്ചിരിക്കുന്നത്. സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ പല സ്ത്രീകളും വിധവകളായാലും അവിവാഹിതരായാലും വിവാഹിതരായാലും ഒരുപാട് സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയെല്ലാം ഒന്നടങ്കമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് ശരിക്ക് ഇങ്ങനെ വരുമ്പോഴേ സ്ത്രീ വോട്ടർമാർ മുഴുവൻ പ്രതിഭയ്ക്ക് അനുകൂലമാവുമോ? തീർച്ചയായിട്ടും കൂടുതൽ വോട്ടൊക്കെയായിട്ട് മുന്നോട്ട് ഒറ്റക്കെട്ടായിട്ട് സ്ത്രീകളെ കഴിയും, ഭൂരിപക്ഷം കൂട്ടാൻ കഴിയും പ്രതിഭയ്ക്ക്. അതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമല്ല, അഡ്വക്കേറ്റ് യു പ്രതിഭ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷക്കാലം കായംകുളത്ത് അത്രയും വികസനങ്ങൾ നടത്തിയ ആളാണ്. വികസന നായികയാണ്. കായംകുളത്ത് ഒട്ടനവധി വികസനങ്ങൾ. കായംകുളത്തിന്റെ മുഴുവൻ അമ്മമാരും സഹോദരിമാരും നെഞ്ചിലേക്ക് ഏറ്റിയ ഒരു സഖാവാണ് യു പ്രതിഭ. മനസ്സിലായില്ലയോ? 10 വർഷക്കാലം ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ജാതിയും രാഷ്ട്രീയം നോക്കാതെ രംഗത്തേക്ക് ഇറങ്ങി. തുടർന്ന് വീണ്ടും 5 വർഷം ഇനിയിരിക്കും. ഇവിടുത്തെ മന്ത്രിയായിട്ട് വരും, ഇടതുപക്ഷ അധികാരത്തിലും വരും. ഇതാണ് വലിയ താല്പര്യത്തോടെയാണ് ഈ പ്രവർത്തകർ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് S. സജിത്തിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ആലപ്പുഴ.